അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, നോക്കൂ, ഇപ്പം സന്ദീപ് വാര്യർ നേരത്തെ അങ്ങ് മറുപടി പറഞ്ഞതിന് പ്രതികരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തൃക്കരിപ്പൂരിലെ സ്ഥാനാർത്ഥിയായിരുന്നു. തൃക്കരിപ്പൂരിൽ ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വരുന്ന വാർത്ത അവിടെ വീണ്ടും ഈ റീപോളിംഗ് നടത്തണമെന്നുള്ള ചില ആവശ്യം അവിടെ ഉന്നയിക്കപ്പെടുകയാണ്. അതിൽ ക്രമക്കേടടക്കം നടന്നിട്ടുണ്ടെന്നൊരു ആക്ഷേപം UDF ഉന്നയിക്കുകയാണ്. പയ്യന്നൂരിൽ വലിയ തോതിൽ കള്ളവോട്ടുണ്ടായി എന്നൊരു ആരോപണം കഴിഞ്ഞ ദിവസം തന്നെ ഉന്നയിക്കപ്പെടുന്നുണ്ടായിരുന്നു. ഈ KC വേണുഗോപാലൊക്കെ തെരഞ്ഞെടുപ്പിന് മുൻപ് തളിപ്പറമ്പ്, പയ്യന്നൂർ ഇടങ്ങളിലൊക്കെ ID കാർഡ് വ്യാജമായി ഉണ്ടാക്കി എന്ന തരത്തിലുള്ള ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഈ തരത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറികൾ കൂടി ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് UDFന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് അറിയാം. അവരുടെ മുൻകൂർ ജാമ്യം എന്ന രൂപത്തിലാണ് ഏറ്റവും ആദ്യം ഡീലിൽ തുടങ്ങി ഇപ്പൊ വന്ന് നിൽക്കുന്നത് തെരഞ്ഞെടുപ്പ് അട്ടിമറി. നമുക്ക് SIR പൂർത്തീകരിച്ചതിന് ശേഷം നമുക്കറിയാം 94 മണ്ഡലങ്ങളിലെ വോട്ടർമാരുടെ എണ്ണം കുറഞ്ഞു. മൊത്തം വോട്ടർമാരുടെ എണ്ണം കുറഞ്ഞു. 74 മണ്ഡലങ്ങളിൽ വോട്ടിംഗും കുറഞ്ഞു. ഇപ്പോ SIR പുറത്തിറങ്ങുമ്പോൾ, അത് പ്രകാരം അന്തിമ പട്ടിക പുറത്തിറങ്ങുമ്പോൾ അതിനുശേഷം മരണപ്പെട്ടവരും അതിനുശേഷം വിദേശത്തേക്ക് പോയവരും ഒഴികെ ഭൂരിഭാഗം പേരും വോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ കൃത്യമായിട്ടുള്ള പട്ടിക, കൃത്യമായിട്ടുള്ള ID കാർഡ് സംവിധാനം ഒക്കെ അറിയാം. BLO വീട്ടിൽ കൊണ്ടുപോയി തെരഞ്ഞെടുപ്പ് സ്ലിപ്പ് കൊടുക്കുന്നു. അതിന്റെ എല്ലാം മോണിറ്ററിംഗ് നടക്കുന്നു. അതാത് BLOമാർ അതാത് വോട്ടിംഗ് കേന്ദ്രത്തിലുണ്ട്, പോളിംഗ് ബൂത്തിലുണ്ട്. ഈ സമയത്ത് കള്ളവോട്ട് നടന്നു, അത് നടന്നു എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ ഹാജരാക്കാം. ചിലപ്പോൾ വോട്ട് മാറി ചെയ്തു, ഒരു സൈനബ ചെന്നപ്പോഴേക്കും വേറൊരു സൈനബ ഇൻഷ്യൽ മാറി ആൾ ചെയ്തു, അത്തരം കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു, നിങ്ങളൊക്കെ വാർത്തയാക്കി. അല്ലാതെ ഏത് തരത്തിലാണ് ഇവിടെ കള്ളവോട്ട് നടന്നത്? അങ്ങനെ നടന്നെങ്കിൽ അതിന്റെ തെളിവുകൾ പുറത്തുവിടണ്ടേ? ചുമ്മാ ആരോപണം ഉന്നയിച്ച് ഇപ്പൊ പറയുന്ന LDF ജയിച്ചാൽ അത് കള്ളവോട്ട് കൊണ്ടാണ് എന്നൊക്കെ പറയുമ്പോൾ മുൻകൂർ ജാമ്യത്തിന്റെ അപ്പുറത്തേക്ക് പോയി എടുക്കാനാണ്. പിന്നെ ഞാൻ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു, വികസനത്തെ പറ്റി പറഞ്ഞു. അല്ല, ഞാൻ തൃക്കരിപ്പൂർ, ഞാൻ മത്സരിച്ച മണ്ഡലത്തിലെ കാര്യം മാത്രമാണ് പറഞ്ഞേ, ബാക്കിയല്ല എന്ന് പറഞ്ഞു. ഞാൻ അങ്ങയുടെ വാട്സപ്പിലേക്ക് കുറച്ച് ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട്. 2503 കോടി രൂപയുടെ വികസനമാണ് കഴിഞ്ഞ 5 കൊല്ലം തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ നടന്നത്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. 32 പാലങ്ങളുടെ പണി തുടങ്ങി 13 പാലം ആ മണ്ഡലത്തിൽ തന്നെ പൂർത്തീകരിച്ചു. നീലേശ്വരം, തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രികളിൽ തന്നെ ഡയാലിസിസ് സെന്റർ ഉറപ്പുവരുത്തി. അതുപോലെ തന്നെ പശ്ചാത്തല വികസനത്തിന് 24 പദ്ധതികൾ 38 കോടി, 103 സ്കൂളുകൾക്ക് വേണ്ടി 107 കോടി. അങ്ങനെ 2503 കോടിയുടെ വികസനം നടന്ന മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിട്ട് ചെന്ന ആളാണ് പറയുന്നത് ഇവിടെ അതൊന്നും നടന്നില്ല, ഇതൊന്നും നടന്നില്ല. ഞാൻ PWDയുടെ തന്നെ ഡീറ്റെയിൽസ്, ഏതൊക്കെ റോഡാണ് നവീകരിച്ചത്, 1039 റോഡ് BNBS നിലവാരത്തിലേക്ക് നവീകരിച്ചതിന്റെ ലിസ്റ്റ് വരെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് സമയം കിട്ടുമ്പോൾ ഈ സന്ദീപ് വാര്യർക്ക് അതൊന്ന് അയച്ചു കൊടുക്കണം, അങ്ങ് അതൊന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന് ജോർജ് പടിപ്പാറ പറഞ്ഞ കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു, ശ്രീ VD സതീശൻ പറഞ്ഞ വാക്ക് മുഴുവൻ പാലിച്ചില്ലേ, അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഇങ്ങനെയാകും. ഞാനൊന്ന് ചോദിച്ചോട്ടെ, 2019 19 സീറ്റിലും UDF ജയിച്ചു. അപ്പോഴെന്താ പറഞ്ഞ, ഇനി ഇടതുപക്ഷത്തിന് എന്താണ് പ്രശസ്തി? 117 മണ്ഡലങ്ങൾ, നിയമസഭാ മണ്ഡലങ്ങളിലും UDF ലീഡ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഇടതുപക്ഷം ഇനി കേരളത്തിൽ ഒരിക്കലും വരില്ല എന്ന് പറഞ്ഞവരല്ലേ. ഇലക്ഷൻ കഴിഞ്ഞപ്പോ 99 സീറ്റിൽ ഭൂരിപക്ഷമായിട്ട് ഇടതുപക്ഷം വന്നു. ഇപ്പൊ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 18 സീറ്റിൽ UDF വിജയിച്ചു. ആ സമയത്ത് 110 മണ്ഡലങ്ങൾ, നിയമസഭാ മണ്ഡലങ്ങളിലാണ് UDF ലീഡ് ചെയ്തത്. എന്നാൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോ 110 നിയമസഭാ മണ്ഡലം എന്നുള്ളത് 81 ചുരുങ്ങി. ഞങ്ങൾ വെറും 19 നിയമസഭാ മണ്ഡലങ്ങളിലാണ് 1.5 വർഷം മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലീഡ് ചെയ്തത്. ആ 19 നിന്ന് ഞങ്ങൾ നേരെ 57 ഉയർന്നു. ഞങ്ങളും നിങ്ങളും തമ്മിൽ, UDFും LDFും തമ്മിലുള്ള വോട്ട് വ്യത്യാസം കേവലം 7,10,000 അതിൽ 6,90,000 മലപ്പുറം ജില്ലയിൽ മാത്രമാണ്. മലപ്പുറം ജില്ല, ഒരു ജില്ലയിലാണ് 6,90,000 വ്യത്യാസം. ഇപ്പൊ ഇതൊക്കെ ആകട്ടെ, 150 പഞ്ചായത്ത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് വെറും 50 വോട്ടിന്റെ വ്യത്യാസത്തിനാണ്. 1 വോട്ടിന് നഷ്ടപ്പെട്ടു, 2 വോട്ടിന് നഷ്ടപ്പെട്ടു, 3 വോട്ടിന്. 50 വോട്ട് പിടിച്ചിരുന്നെങ്കിൽ ഒരു പഞ്ചായത്ത് ഭരണം കിട്ടുന്ന 150 പഞ്ചായത്ത് ഞങ്ങൾക്കുണ്ട്. ഈ കുറവൊക്കെ മനസ്സിലാക്കി തന്നെയാണ് ഞങ്ങൾ കൃത്യമായി ഇടപെടൽ നടത്തിയിരിക്കുന്നത്. എവിടെയൊക്കെയാണ് പോരായ്മ എന്ന് കണ്ടെത്തി പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തി. അതുകൊണ്ടാണ് ആത്മവിശ്വാസത്തോടെ ഞങ്ങൾക്ക് പറയാൻ കഴിയുന്നത്. നിയമം അടക്കമുള്ള മണ്ഡലങ്ങളിൽ BJPക്ക് അനുകൂലമായ ഒരു വിധിയെഴുത്തുണ്ടാകും എന്നുകൂടി പാർട്ടി കണക്ക് കൂട്ടുന്നുണ്ടോ? ഒരിക്കലുമില്ല. BJP അക്കൗണ്ട് തുറക്കില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷും പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചല്ലോ. കൃത്യമായി കണക്കുകളുടെ അകമ്പടിയോടെ തന്നെയാണ്. BJPക്ക് അത് തുറക്കാൻ കഴിയില്ല. കാരണം ഏതെങ്കിലും തരത്തിൽ അവർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ കോൺഗ്രസിന്റെ വോട്ട് ബൾക്കായിട്ട് കിട്ടണം. ഇപ്പൊ തൃശൂർ ലോക്സഭാ മണ്ഡലം അവർ ജയിച്ചല്ലോ. 86,500 വോട്ടല്ലേ കോൺഗ്രസിന് കുറഞ്ഞത്. 70,000 വോട്ടിന് BJP ജയിച്ചു.
ആ ഘട്ടത്തിൽ പോലും ഞങ്ങൾ അവിടെ 16,500 വോട്ട് കൂടി. സുനിൽ കുമാറിന് എല്ലാ മണ്ഡലത്തിലും തിരിച്ചടി കിട്ടുമ്പോഴും തൃശൂർ മണ്ഡലത്തിൽ വോട്ട് കൂടി. നേമത്ത് പണ്ടവർ ജയിക്കുമ്പോഴെങ്ങനെയാ 62,000 വോട്ടുണ്ടായിരുന്ന കോൺഗ്രസിന്റെ വോട്ട് ഘടകകക്ഷി മത്സരിക്കുമ്പോൾ 13,000 ശിഷ്ടമായിട്ട് കുറഞ്ഞപ്പോൾ, ഏകദേശം 50,000 വോട്ട് കുറഞ്ഞപ്പോഴാണ് BJP ജയിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതൊക്കെ തിരിച്ചു പിടിക്കുന്ന സാഹചര്യം ഉണ്ടായല്ലോ. അതുകൊണ്ട് BJPക്ക് നേമത്തായാലും പാലക്കാടായാലും മഞ്ചേശ്വരത്തായാലും കുന്നത്ത് നാട്ടിൽ 2020 രൂപത്തിലായാലും ജയിക്കാൻ കഴിയില്ല. അക്കൗണ്ട് തുറക്കില്ല. ശരി, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് എന്നതാണ് ഈ അവസരത്തിൽ ശരി, ശ്രീ സൂചിപ്പിക്കുന്നത്. Debate with Madhu Saji.